Good morning, students. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇറ്റ് വിൽ ടെൻഡ് ടു റൊട്ടേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ടോർക്ക് എക്സ്പീരിയൻസ് is equal to tau is equal to vector P cross E, where P is the dipole moment and E is the electric field. So suppose theta is the angle between P and E, torque can be expressed as P cross E. ആൻഡ് ഇത് നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലും നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ബിഹേവിയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ ഡൈപോള് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ഡിറൈവ് ചെയ്യാം. ദാറ്റ് മീൻസ് സപ്പോസ് ഡൈപോൾ ഈസ് making an angle theta with the electric field, the potential energy associated with the dipole is minus P dot E. How can you prove this? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ എ ഡൈപോൾ വിത്ത് എ ഡൈപോൾ മൊമെന്റ് P and it is applied in an uniform electric field E. So torque tau is equal to P cross E. So what is the potential energy എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണെന്ന് അറിയാം. സോ വർക്ക് ഡൺ ഇപ്പം നമ്മളുടെ ഈ പ്രോബ്ലത്തിൽ സപ്പോസ് ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗിൾ ഡി തീറ്റ എന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഫോർ റൊട്ടേറ്റിംഗ് dipole with an angle d theta is dw is equal to torque into d theta. So dw can be written as Pe sin theta d theta. So P sin theta is modulus vector tau. Modulus vector tau is P sin theta. So P sin theta d theta. So what is the total work done? Total work done for rotating an angle theta is W is equal to integral Pe sin theta d theta. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് തീറ്റ ആംഗിൾ ആണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പർ ലിമിറ്റ് തീറ്റ കൊടുക്കാം. വാട്ട് ഈസ് ദ ലോവർ ലിമിറ്റ്? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ഈസ് W is equal to integral P sin theta d theta. ഇത് തീറ്റ എന്ന് പറയുന്നതാണ് അപ്പർ ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ലോവർ ലിമിറ്റ് എന്ത് വരും? ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തീറ്റയാണ് അപ്പർ ലിമിറ്റ് എങ്കിൽ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോർ ദ ടൈം ബീയിങ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് π/2. എന്തുകൊണ്ട് π/2 എന്നുള്ള ഒരു ചോദ്യം വരാം. നോർമലി നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ ഒരു പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് a unit positive charge from some reference point to that point. So ഇത് ഒരു റെഫറൻസ് പോയിന്റ് ആണ്. ആ റെഫറൻസ് പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് we will take it as 0. Taken as 0. ഇതൊരു നോർമൽ കണ്ടീഷനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ടേക്കൻ ആസ് 0 ഫോർ ഇവിടെ π/2 എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി 0 നമ്മൾ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഡൈപോളിൻ്റെ ഇങ്ങനെയാണ് ഡൈപോൾ എന്ന് വിചാരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെന്നും വിചാരിക്കുക. സോ ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ ഇവിടെ മൈനസ് ക്യൂ ചാർജ്, ഇവിടെ പ്ലസ് ക്യൂ ചാർജ്. ഹിയർ ദ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡൈപോൾ മൊമെന്റ്. ഓൾവേസ് നമുക്കിപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിലും എപ്പോഴും ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോളിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈപോളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചു.
either if dipole is moving perpendicular to the force, then work done is F dot dr is equal to 0. So if theta 90 degree ആകുമ്പോൾ F dot dr എന്ന് പറയുന്നത് നോർമലി നമുക്ക് 0 എന്ന് ചൂസ് ചെയ്യാം. സോ റഫറൻസ് പോയിന്റ് അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന റഫറൻസ് പോയിന്റിൽ നമ്മൾ എടുക്കുന്നത്. അതായത് ഇഫ് ദ ഡൈപോൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, we have chosen that point as a reference point and potential energy at that point is 0. So we can simply say that work done is the in this case the work done in rotating the dipole from angle theta is equal to pi by 2. That means work done is from theta to pi by 2. Theta is equal to pi by 2 to theta. ആ രൂപത്തിലുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഹിയർ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഇ ഇൻ മൈനസ് കോസ് തീറ്റ അപ്പർ ലിമിറ്റ് പൈ ബൈ ലോവർ ലിമിറ്റ് പൈ ബൈ 2 അപ്പർ ലിമിറ്റ് തീറ്റ. സോ മൈനസ് പി ഇ കോസ് പൈ ബൈ 2 മൈനസ് കോസ് സി തീറ്റ. കോസ് പൈ ബൈ 2 is 0. That is equal to cos theta minus cos pi by 2, upper limit minus lower limit. So cos pi by 2 is 0. So that is equal to minus p e cos theta. Vector formula ഇതിനെ നമുക്ക് minus p dot vector e എന്ന് represent ചെയ്യാം. So energy of a dipole in the presence of an external electric field is minus p dot e. So ഈ ടോപ്പിക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഒരു ഡൈപോളിൻ്റെ ബിഹേവിയർ നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബൾക്ക് മെറ്റീരിയലിൽ എങ്ങനെ സംഭവിക്കും, ഒരു ബൾക്ക് മെറ്റീരിയലിൽ എങ്ങനെയാണ് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് കോൾഡ് ന്യൂ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് കോൾഡ് പോളറൈസേഷൻ. Polarization means it's a very important parameter, important characteristics in electrostatics, electrostatic field in matter. Polarization is represented by the letter capital vector P. It is actually dipole moment per unit volume. Dipole moment per unit volume. P by V. So polarization is dipole moment per unit volume. So dipole moment unit എന്ന് പറയുന്നത് കൊളംബ് മീറ്റർ ആണ്, വോള്യത്തിൻ്റെ മീറ്റർ ക്യൂബ് ആണ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് കൊളൂം മീറ്റർ റേസ് ടു -2. So polarization is nothing but the amount of dipole moment in unit volume and its unit is coulomb meter square. So ഒരു ബൾക്ക് മെറ്റീരിയലിലെ മെറ്റീരിയൽ പോളറൈസ് ചെയ്യുന്നത് പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ വെക്ടർ പി. സോ റിമെമ്പർ, ക്യാപിറ്റൽ വെക്ടർ പി എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോളറൈസേഷനെയും, സ്മോൾ വെക്ടർ പി എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൈപോൾ മൊമെൻറ്റിനെയാണെന്ന് മനസ്സിലാക്കുക. സോ ഒരു യൂണിറ്റ് വോള്യത്തിലുള്ള ഡൈപോൾ മൊമെൻ്റ് ആണ് ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് ആണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ബൾക്ക് മെറ്റീരിയലിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഒരു ബൾക്ക് മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചു. ഒരു റെക്ടാങ്കുലർ ഡൈലക്ട്രിക് സ്ലാബ് എടുക്കുക. So this is a dielectric slab. This is a non-polar
മോളിക്യൂളുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡൈലക്ട്രിക് സ്ലാബാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ ഒരുപാട് മോളിക്യൂൾസുകൾ ഉണ്ടാവും. ഇങ്ങനെ കുറേ മോളിക്യൂൾസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ലാർജ് എമൗണ്ട് ഓഫ് മോളിക്യൂൾസ് ഒരു ഡൈലക്ട്രിക് സ്ലാബിലുണ്ടെന്ന് വിചാരിക്കും. എല്ലാ മോളിക്യൂളുകളുടെയും സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്താണ് ഇരിക്കുന്നത്. പ്ലസ് മൈനസ്. നോ ഫീൽഡ്. ഇവിടെ ഫീൽഡ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നോ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ മോളിക്യൂളുകളുടെയും ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്. സോ ഈ ഡൈലക്ട്രിക് സ്ലാബിന്റെ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0. നമുക്ക് പോളറൈസേഷൻ 0 എന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. പോളറൈസേഷൻ 0 ആണ്. നമ്മളൊരു കാര്യം ചെയ്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു. സപ്പോസ് യു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഈ ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിലെ ഓരോ മോളിക്യൂളുകളും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഇൻ നെഗറ്റീവ് ചാർജ് എന്ന് ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മോളിക്യൂളുകളും ഇതിലുള്ള ഓരോ മോളിക്യൂളുകളും എന്ത് സംഭവിക്കും? അതിലുള്ള ചാർജുകളൊക്കെ ആറ്റവുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസുകളായിരിക്കാം, ന്യൂക്ലിയസ് ആയിരിക്കാം. പോസിറ്റീവ് ചാർജുകൾ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലും നെഗറ്റീവ് ചാർജുകൾ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിലൊക്കെയാണ്. പക്ഷേ ഇവിടെ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും ആദ്യം കോയിൻസൈഡ് ചെയ്താണ് നിന്നിരുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ആറ്റത്തിലൊക്കെ എല്ലാ ആറ്റവും പോളറൈസ് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെഗറ്റീവ് ചാർജുകൾ ഇങ്ങോട്ടും റൈറ്റ് സൈഡിലേക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്കും ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും പിന്നീട് കോയിൻസൈഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം: മൈനസ് പ്ലസ് 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 മൈനസ് പ്ലസ്. ഇപ്പം എന്ത് സംഭവിക്കും? ഇപ്പം ഇഫക്റ്റീവ്ലി സംഭവിക്കുക, ഈ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെയും ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെയും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഓരോ മോളിക്യൂളുകളുടെയും അഡ്ജസൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ക്യാൻസൽ ചെയ്ത് ഇൻ ഇഫക്റ്റിൽ നിങ്ങൾക്ക് സർഫസിൻ്റെ രണ്ട് സൈഡിലും ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്ത ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു ഇഫക്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിനെ E0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്ലൈഡ് ഫീൽഡിനെ E0 എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്ത് അഡ്ജസൻറ്റ് മോളിക്യൂളുകളിലെ അഡ്ജസൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് രണ്ട് സർഫസിലെയും പോസിറ്റീവ് ചാർജുകൾക്കും നെഗറ്റീവ് ചാർജുകൾക്കും അപ്പുറത്ത് ക്യാൻസൽ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു സർഫസിൽ നെഗറ്റീവ് ചാർജ് പെയിൻറ്റ് ചെയ്ത പോലെയും മറ്റേ സർഫസിൽ വളരെ ഒരു കോമൺ മാൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സർഫസിൽ നെഗറ്റീവ് ചാർജ് പെയിൻറ്റ് ചെയ്ത പോലെയും മറ്റൊരു സർഫസിൽ പോസിറ്റീവ് ചാർജ് പെയിൻറ്റ് ചെയ്ത പോലെയും ഒരു ഇഫക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇൻ ഇഫക്റ്റിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ പോളറൈസേഷൻ P ഉണ്ടാവും. ഇത് ഡൈപോൾ മൊമെൻ്റ് ആണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ഒരു നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. ഉള്ളിൽ ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വേണമെങ്കിൽ അതിനെ E1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം.
E1 എന്ന് പറയുന്ന ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റോട് ഉണ്ടാവും. സോ ഇഫക്റ്റീവ്ലി ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡയലക്ട്രിക്കിൽ സംഭവിക്കുന്നത്, യു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ് E0, ദിസ് ഈസ് ദ അപ്ലൈഡ് ഫീൽഡ്, then it will induce a dipole moment like this. This is the dipole moment, and it will also induce an electric field E1. E1 is opposite to E0. So what is the net electric field? Net electric field inside the dielectric. അതിന് നമുക്ക് വെക്റ്റർ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാം. വെക്റ്റർ ഇ എന്ന് പറയുന്നത് E0 അപ്ലൈ ചെയ്തിട്ടുണ്ട്, E1 എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ E0 മൈനസ് E1 ആയിരിക്കും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് E1 എന്ന് പറയുന്നതിനെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. P എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ്. ആ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോള്യത്തിനെ P/V-നെ ക്യാപിറ്റൽ P എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് പോളറൈസേഷൻ, ഇൻഡ്യൂസ്ഡ് പോളറൈസേഷൻ. സോ ഇൻ ഇഫക്റ്റ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു പോളറൈസേഷൻ മെറ്റീരിയൽ ഇൻഡ്യൂസ് ചെയ്തു, അതായത് മെറ്റീരിയൽ പോളറൈസ് ചെയ്യപ്പെട്ടു. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, the total dipole moment or polarization is 0. In the presence of electric field, polarization is not equal to 0. So a polarization induces in the material. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു E1 എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. E1 എന്ന് പറയുന്നത് E0ന് ഈക്വൽ ആവില്ല, പക്ഷേ E0ന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ദാറ്റ് E will be E0 minus E1. ഒരു കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത്, ഫോർ എ കണ്ടക്ടർ ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 മസ്റ്റ് ബി ഈക്വൽ ടു E0 മൈനസ് E0 ആയിരിക്കും. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E0 മൈനസ് E0 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്നത് അങ്ങനെയാണ് ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ. ഇൻസുലേറ്ററിൻ്റെ കേസിൽ അപ്പോൾ ഒരു ഡയലക്ട്രിക് വയ്ക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഒരു നോൺ പോളാർ ഡയലക്ട്രിക് മെറ്റീരിയലിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അനദർ ഡയലക്ട്രിക് സ്ലാബ് എടുക്കാം. യു ടേക്ക് അനദർ ഡയലക്ട്രിക് സ്ലാബ്. Another dielectric slab which is made up of polar molecules. ഇതിൽ ഒരുപാട് പോളാർ മോളിക്യൂൾസുകളുണ്ട്. ഓരോ പോളാർ മോളിക്യൂളിനും ഓരോ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മെറ്റീരിയലുകളെയാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമെട്രി പ്രകാരം അൺസിമെട്രിക്കൽ നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഇൻബിൽറ്റ് ആയിട്ട് ഇൻഡ്യൂസ്ഡ് ഒരു ഇൻട്രിൻസിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സോ എത്ര മോളിക്യൂൾസുകൾ ഉണ്ടോ അത്രയും ഡൈപോളുകൾ നിങ്ങൾക്ക് മെറ്റീരിയലിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും. സെവറൽ ഡൈപോൾസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതിന് ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. കാരണം എന്താ ചോദിച്ചാൽ, ഇത്തരം മെറ്റീരിയലിൽ ഡൈപോൾസ്, ഈ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള ഡൈപോൾസ് റാൻഡംലി ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവും. ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഓറിയന്റേഷൻസ്, ഈ ഫിഗറിൽ കാണിച്ച പോലെ പല രീതിയിലുള്ള ഓറിയന്റേഷനിലായിരിക്കും ഡൈപോൾസുകൾ ഉണ്ടാവുക. സോ if you take a vector sum of this dipole moment, the vector sum will be 0. ഞാൻ ഈ പറഞ്ഞ കേസ് എന്ന് പറയുന്നത്
നോ അപ്ലൈഡ് ഫീൽഡുള്ള അവസ്ഥയാണ്. അപ്ലൈഡ് ഫീൽഡ് കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡും ഇല്ലെങ്കിൽ ഈ ഡൈപോളുകളൊക്കെ റാൻഡംലി ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ബൾക്ക് മെറ്റീരിയലിലെ ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓരോ മോളിക്യൂളുകൾ എടുത്താൽ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ബൾക്ക് മെറ്റീരിയലിലെ ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇങ്ങനൊരു മെറ്റീരിയലിനെ ഇലക്ട്രിക് ഫീൽഡിൽ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും. So this is the condition for no field. ഇതേ മെറ്റീരിയൽ തന്നെ നിങ്ങളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ, E0 ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഈ ഡൈപോളുകൾ മുഴുവൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടും. നമ്മൾ ടോർക്കിൻ്റെ കൺസെപ്റ്റ് പഠിച്ചതായിരുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ വെച്ചാൽ ഇറ്റ് വിൽ ടെൻഡ് ടു അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാ ഡൈപോളുകളും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സോ you will get a total dipole moment P which is not equal to 0. ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0 അല്ലാത്ത ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കിട്ടും. P not equal to 0. So polarization is not equal to 0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ കേസിൽ നിങ്ങളൊരു നോൺ പോളാർ ഡയലക്ട്രിക് ആണ് എടുക്കുന്നതെങ്കിൽ ആ നോൺ പോളാർ ഡയലക്ട്രിക്കിൽ ഉണ്ടാകുന്ന ഫിനോമിന എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ആണ്. സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്തായിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ചാർജസ് അല്പം സ്ട്രെച്ച് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ഉണ്ടായ ഇഫക്റ്റ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ആണ്. പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ ഡൈപോളുകളും റാൻഡംലി അലൈൻ ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരുന്നു. ഇഫ് യു അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, it will tend to align in the direction of electric field, thereby it will produce a non-zero polarization. So here the polarization is 0, non-zero polarization. അപ്പോൾ നോൺ പോളാർ ഡയലക്ട്രിക്കിൽ ഉണ്ടായത് സ്ട്രെച്ചിങ് ആണെങ്കിൽ പോളാർ ഡയലക്ട്രിക്കിൽ ഉണ്ടായ ഫിനോമിന എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ബൾക്ക് മെറ്റീരിയലിലെ ഡയലക്ട്രിക് ബിഹേവിയർ എന്ന് പറയുന്നത് ചാർജസിൻ്റെ 2 തരത്തിലുള്ള ബിഹേവിയർ വെച്ചിട്ടാണ് സ്ട്രെച്ചിങ്ങും റൊട്ടേറ്റിങ്ങും. ചാർജസ് അല്ലെങ്കിൽ ഡൈപോൾസിൻ്റെ സ്ട്രെച്ചിങ്ങും റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് കൊണ്ടാണ് ഇവിടെ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് ഇവിടെ നോൺ 0 ആയിട്ട് വന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ബൗണ്ട്, അതായത് ഒരു പോളറൈസ്ഡ് ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബിഹേവിയറാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. So we will discuss the behavior of a electric field due to, നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോളറൈസ്ഡ് ഓബ്ജക്റ്റ്. ഒരു പോളറൈസ്ഡ് ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും, നിങ്ങൾ പുതുതായിട്ട് 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് പഠിക്കും. ബൗണ്ട് ചാർജസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്താണ് ബൗണ്ട് ചാർജസ്? സാധാരണ ചാർജസുകൾ, മൂവ് ചെയ്യുന്ന ചാർജുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിൽ മൂവ് ചെയ്യുന്ന ചാർജസുകളുടെ ഒപ്പം തന്നെ ഫ്രീ ഇലക്ട്രോൺസ് അങ്ങനെയുള്ള ചാർജസുകളുടെ ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ബൗണ്ട് ചാർജ് ഡെൻസിറ്റി നമ്മളവിടെ പഠിക്കും. സിഗ്മ ബി ആൻഡ് റോ ബി എന്ന് പറഞ്ഞ്. ഇത് സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും ഇത് വോള്യൂം ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും. അത് പോളറൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. സിഗ്മ ബി എന്ന് പറയുന്നത് പി ഡോട്ട് എൻ ക്യാപ്പ് എന്നും റോ ബി എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് പി എന്നും പഠിക്കും. റോ ബി എന്ന് പറയുന്ന മൈനസ് ഡെൽ ഡോട്ട് പി എന്നും നമ്മൾ പഠിക്കും. ഇതാണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനും ബൗണ്ട് ചാർജസ് എന്താണെന്നും ഒരു ഇലക്ട്രിക് ഫീൽഡ് ബൗണ്ട് ചാർജസ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നും ബൗണ്ട് ചാർജസിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനും അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ താങ്ക് യു.